ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി ഇരിക്കുന്നു. സോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. സോ ഐ തോട്ട് ടു ടേക്ക് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. പിന്നെ ഇന്ന് ഫ്രീയും അല്ലേ, സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആരും പേടിക്കണ്ട കേട്ടോ. ഇത് സ്വിച്ച് ബോർഡാണ്, ഇത് ചുമരാണ്. സോ അപ്പം ഞാൻ രാവിലെ ഒരു 8:30 അങ്ങനെയല്ലേ എണീച്ചു. കുറച്ച് സമയം അമ്മേൻ്റെ അടുത്ത് മഞ്ഞത്തിൻ്റെ ഒക്കെ സംസാരിച്ചിങ്ങനെ ഇരുന്നു. അപ്പം അമ്മ പറഞ്ഞു അടുപ്പത്ത് വെള്ളം ചൂടാവുന്നുണ്ട്, ചോറിൻ്റെ വേഗം തന്നെ അരി കഴുകിയിട്ടോന്ന്. ഞാൻ എന്താക്കി വേഗം തന്നെ അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെയും ഞാൻ ആദ്യം പോയി കിടന്നു ഗൈസ്. അപ്പോൾ ഫോൺ അവിടെ ഉണ്ട്. അപ്പോൾ ഫോൺ എടുത്തേരെ ഞാൻ വിചാരിച്ച് എന്നാലും ഒന്ന് നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഫോൺ ഓണാക്കിയിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു പൂച്ചയുണ്ട്. പൂച്ചേനെ പിന്നെ കുറച്ച് സമയം കളിച്ചു. ഇപ്പോൾ ആൾ ഇവിടെയൊന്നുമില്ല, പുറത്തുള്ളത് തോന്നുന്നു. വഴിയെ ഞാൻ പൂച്ചേനൊക്കെ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ദോശയെ തോന്നുന്നു. അനിയത്തി ഇതൊക്കെ ചുടുന്നുണ്ട്. ചോറ് അടുപ്പത്തുനിന്ന് പതക്കുന്നുണ്ട്. പിന്നെന്താ, വലിങ്ങനെ വിശേഷമൊന്നും ഉണ്ടാവില്ല. ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് ഗീസ്. പിന്നെ അത്രയ്ക്കൊക്കെ ഉണ്ടാവും. എന്താ പോകെ വഴിയെ നമുക്ക് കാണാം. ഞാനിപ്പോൾ പല്ലൊന്നും തേച്ചിട്ടൊന്നുമില്ല, തേക്കണത്ര. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത് അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഇതാ അനിയത്തി അരിദോശ ചുടുന്നുണ്ട്. പിന്നെ ചുട്ട ദോശയ്ക്ക് ഇവിടെയുണ്ട്. അപ്പം ദോശ ഇവിടെ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇതാ അടുപ്പിൽ ചോറിന് അരിയിട്ടിട്ടുണ്ട്, അതും നല്ല വൃത്തിക്ക് തന്നെ തിളക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ വീട്ടിലെ അടുപ്പ്. പിന്നെ നമ്മുടെ കാറ്റ്, നമ്മുടെ തങ്ക, എൻ്റെ പൂച്ച, അതങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ കൊണ്ടുവന്ന ചെമ്മീനുണ്ട് ഗൈസ്. ഇതാണ് ഗൈസിന് ഞാൻ പല്ലേക്കാൻ പോവുകയാണ്. ഇതിൽ പേസ്റ്റ് ഇടണം. പേസ്റ്റ് ഇട്ട് പറ്റിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ പേസ്റ്റ് കഴിയുന്നത്. എന്നാൽ ഞാൻ പേസ്റ്റിനെ വിടൂല. ഈ പേസ്റ്റ് ഇങ്ങനെ ഞാൻ മുറിച്ചിട്ട് എൻ്റെ തേക്കാൻ പോകട്ടോ. സോ പല്ലിച്ചിട്ട് വേണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അങ്ങനെ പല്ലൊക്കെ തേച്ചു ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കും. ഇനിയിപ്പം അമ്മ പറയുന്നുണ്ട് ചായക്ക് വെള്ളം വെക്കണം. അപ്പോൾ ചായയൊക്കെ വെക്കാൻ പോട്ടെ. ദോശയൊക്കെ ആയി സെറ്റായി. ഇനി ചായയും കൂടി വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ തങ്കപ്പൂച്ച. നല്ല കുട്ടിയാണ്, നല്ല കുത്തകട്ടെ. ഹായ് ബറാസെ, ഹായ് ഹായ് ഹായ്. പൂവൊന്ന് പൊടി. ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് ഇങ്ങനെ അലക്കുന്നുണ്ട്. കട്ടൻ ചായ നൈസായിട്ട് ആവുന്നുണ്ട്. നമ്മുടെ നല്ല കട്ടൻ ചായയും ആ പിറക്കുന്ന ദോശ. ഹായ് ഗൈസ്, അപ്പോൾ ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടു. ഇന്ന് നല്ല ക്ലൈമറ്റ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ മാറുമെന്നൊന്നും അറിയില്ല. പുറത്ത് നല്ല വെയിലാണ്. അപ്പം നല്ല വൃത്തിക്ക് തന്നെ അലക്കിയൊക്കെ ആറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ വേഗം എന്താക്കി കറിക്കുള്ള അരവൊക്കെ ആക്കി വെച്ച് സെറ്റാക്കിയിട്ടാണ് പുറത്ത് അമ്മേൻ്റെത് അലക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതിന് പോയിട്ടുള്ളത്. അപ്പോൾ അമ്മ പുറത്തുനിന്ന് അലക്കുന്നുണ്ട്. ഇനി എനിക്ക് മീൻ മുറിക്കണം ഗൈസ്. ചെമ്മീനാണ്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പം അതൊക്കെ മുറിച്ച് വേഗം എനിക്ക് കറിയാക്കുക കൊണ്ടും ഇന്ന് പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലൊന്നുമില്ല. ചോറും ചെമ്മീൻ കറിയും മാത്രമേ ഉള്ളൂ. വേറെ പച്ചക്കറികളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ മീൻ മുറിക്കലിലേക്ക് കിടക്കും. മീൻ മുറിക്കും, അതിലിട്ട് കറിയാക്കും. അത്രയൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ വർത്താനത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇനിയിപ്പോൾ നേരെ നമുക്ക് ചെമ്മീൻ മുറിക്കാൻ പോവാം ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാണ് ഞാനല്ലോ അമ്മ അരവൊക്കെ ഇതാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അരവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീനിട്ട് കറി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ കഴിക്കണം മുറിച്ചിട്ട്.
ഗൈസ് അങ്ങനെ മീനിട്ടിട്ട് കറി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കറിയൊക്കെ ആവും ഇപ്പോൾ. അപ്പോൾ ചെമ്മീൻ നല്ല വൃത്തിക്ക് തന്നെ പൊരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ കറിയും നല്ല വൃത്തിക്ക് പതിച്ച് വരുന്നുണ്ട് ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നേരത്തെ നിങ്ങൾ മീൻ മുറിച്ചതും കറിക്ക് വെച്ചതും മീൻ പൊരിക്കാൻ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ തന്നെ ഞാനൊന്ന് പോയി കുളിച്ചൊന്ന് സെറ്റായിട്ട് വന്നു. എന്തായാലും ഇനി കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കറിയും ചോറൊക്കെ റെഡിയാണ്. മീൻ പൊരിച്ചതും ചെറുങ്ങനെ കുറച്ചേ പൊരിച്ചിട്ടുള്ളൂ, അതൊക്കെ റെഡിയാണ്. ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിലിടയ്ക്ക് ഈ മഴ പെയ്യുന്നു നിർത്തുന്നു ആ ഒരു അവസ്ഥ. തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടു ഗൈസ്. എന്താ വെച്ചാൽ മിനിറ്റിന് പെയ്യുന്നു മാറുന്നു, അങ്ങനത്തെ ഒരിത്. സോ ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം മഴയൊന്നുമില്ല. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകലാണ്. എനിക്കെന്തോ ചെറുങ്ങനെ കയ്യാണ്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഒന്ന് കിടന്നുറങ്ങണം. കുളിച്ചല്ലോ, ഇനി സുഖമായിട്ട് പോയിട്ട് ഉറങ്ങാം. ഭയങ്കര ക്ഷീണം തോന്നുന്നു, അറിയില്ല എന്താണെന്ന്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നേരെ ഫുഡ് കഴിക്കുന്നതിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നല്ല വെയിലാട്ടോ. നല്ല വെയിലാന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ആ ഒരു ഇതിൽ നിൽക്കുക, മഴ നിൽക്കും. അപ്പം നമ്മുടെ ചോറും പിന്നെ നമ്മുടെ ചെമ്മീൻ കറി ചെറുക്കത് പിന്നെ വെള്ളവും. കഴിച്ചിട്ടാണോ ഗൈസ്? അങ്ങനെ ഫുഡൊക്കെ നല്ല വൃത്തിക്ക് കഴിച്ചു. വയറ് നിറഞ്ഞു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറും ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചതും. സ്പെഷ്യൽ എന്ന് പറയുന്നൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നോർമൽ സൺഡേ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ വേറെ വലിയ പ്രത്യേകിച്ച് ഈ ഡേയിൽ എനിക്കൊന്നും കാണിക്കാനും ഇല്ല, അതാ വേറൊരു സത്യം. അപ്പം ഞാൻ ദേവദൂതൻ എന്ന് പറഞ്ഞ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുങ്ങനെ പകുതി കണ്ടിട്ടുണ്ട്. അതൊന്നിപ്പോൾ കാണണം. അത് കണ്ടുകൊണ്ട് ചിലപ്പോൾ ഞാൻ എന്തായാലും ഉറങ്ങിപ്പോവും. അതാണ് ഇനി എൻ്റെ അടുത്ത പ്ലാൻ. കുറച്ച് സമയം ഉറങ്ങി എണീക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ആ സിനിമ കണ്ടുകൊണ്ട് വയറാങ്ങ് നല്ല നിറഞ്ഞ് ഗൈസ്. ചോറൊക്കെ തിന്ന് നല്ല നിറഞ്ഞ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ്. ഇനിയപ്പോൾ നമുക്ക് ഈവനിങ് കാണാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഉറങ്ങിയെല്ലാം എണീച്ച് കുറച്ച് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഫൈനൽ ഗൈസ്. അപ്പം നല്ല ബൂസ്റ്റ് പിന്നെ ഒരു ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റ് കഴിക്കാൻ വെച്ചു. കുളിച്ചിട്ടാണ് ഗൈസ്. ഇപ്പം നല്ല പെരുമഴ പെയ്യുമെന്ന്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സൗണ്ടൊക്കെ മാറിയ പോലെ ഉണ്ട് എനിക്കിപ്പോൾ. നല്ല ഷാർപ്പായിട്ടുണ്ട്. ഞാനപ്പം ബൂസ്റ്റും ബിസ്ക്കറ്റൊക്കെ കുടിച്ചു. ഇനി രാത്രി ഞാൻ ഫുഡൊക്കെ ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കൂല. ആ മോഡായിരിക്കണം. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രാത്രി ചിലപ്പോൾ കഴിക്കും. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. സമയം രാത്രിയാവാനായി ആസ് യൂഷ്വൽ. അങ്ങനെ ഈ സൺഡേയും നൈസായി കടന്നു പോയിട്ടുണ്ട് നമുക്ക്. ഇനി എന്താ, ഇനി പരിപാടിയൊന്നുമില്ല, എവിടെയും പോയിട്ടൊന്നുമില്ല. ആ കുറച്ച് സമയം കിട്ടിയതിൽ നൈസായി കിടന്നുറങ്ങിയിട്ട് ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനെൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാമെന്നാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ ഒക്കെ ഒന്ന് ചെറുതായി വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെടും, എങ്ങനെയാണെന്നും എനിക്കറിയില്ല. നിങ്ങളെ കമൻസും ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. ഇനി നാളെ രാവിലെ ആയ മോർണിംഗ് ഡ്യൂട്ടി ഗൈസ്. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഡ്യൂട്ടിക്ക് പോവുക, തിരിച്ചു വരിക. അതേ മൺഡേ ടു സാറ്റർഡേ ഡ്യൂട്ടിയാണ്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു.
Hope you all guys enjoyed my video. Bye. Stay tuned. Thank you for watching.